ഇനിയുള്ള സീസൺസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യൂ. ഈ സീസൺ തീരുമ്പോഴേക്കും 30K സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഒരു മതിലിന്റെ മുകളിൽ വലിയ വിരലുകളാണ് കാണിക്കുന്നത്. ആളുകളെല്ലാം അത് കണ്ട് പേടിച്ചു നിൽക്കുവാണ്. അന്ന് മനുഷ്യർക്കെല്ലാവർക്കും മനസ്സിലായി അവർ ഭരിക്കുന്നതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന്. ഒരു കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെയുള്ള അപമാനം എന്നൊരു കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു. പിന്നീട് കാട്ടിലൂടെ കുതിരപ്പുറത്ത് ഒരു ഫൈറ്റിന് തന്നെ പോകുന്ന കുറച്ചു പേരെയാണ് കാണിക്കുന്നത്. ഹേയ്, എല്ലാവരും തയ്യാറാവ്, അത് ഒറ്റയ്ക്കാണ്. ഇന്ന് അതിനെ കൊന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോകും എന്നൊരാൾ പറയുന്നു. അവർ അങ്ങനെ 2 ടീമായി പിരിയുന്നു. ഒരു ടീം അതിന്റെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് മറ്റേ ടീം അതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവരുടെ കയ്യിലുള്ള ഒരു ഗിയർ യൂസ് ചെയ്ത് അതിന്റെ അടുത്തോട്ട് പോവാണ്. മനുഷ്യരാരാണെന്ന് നീ കാണടാ എന്ന് പറഞ്ഞ് അവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ അവിടെ വെച്ച് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ഈ സീരീസ് ആരംഭിക്കുന്നു. പിന്നീട് ഒരുപാടധികം ടൈറ്റൻസ് ഒരുപാട് മനുഷ്യരെ ആക്രമിക്കുന്നത് കണ്ട് ഞെട്ടി എഴുന്നേക്കുവാണ് ഒരു പയ്യൻ. കണ്ണു തുറക്കുന്ന അവൻ കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേരാണ് മിക്കാസ അക്കർമാൻ. ബാ, നമുക്ക് പോവാൻ സമയമായി എന്ന് മിക്കാസ അവനോട് പറയുന്നു. ഞാൻ എന്താ ഇവിടെ? ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു, പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇതേ സമയം അവന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. ഏയ് എരൻ, നീ എന്താ കരയാണോ എന്ന് മിക്കാസ ചോദിക്കുന്നു. വർഷം 845, ഷിഗാഷിന നഗരം. വിറക് പെറുക്കാൻ വേണ്ടി പോയ അവർ 2 പേരും അതിലൂടെ നടന്നു വരുന്നു. ഞാൻ കരഞ്ഞത് നീ ആരോടും പറയല്ലോ എന്ന് എരൻ പറയുന്നു. ഏയ് ഇല്ല, ഞാൻ ആരോട് പറയാനാ. പക്ഷേ കാരണമില്ലാതെ കരയുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛനെ കൊണ്ടൊന്ന് പരിശോധിപ്പിച്ച് നോക്കിയാലോ? മണ്ടത്തരം പറയല്ലേ മിക്കാസ, ഇതൊന്നും അവരറിയാൻ പാടില്ല. ഹേ എറിൻ, നീ എന്തിനാ കരഞ്ഞേ എന്ന് ചോദിച്ച് അങ്ങോട്ടൊരാൾ വരുന്നു. അയാളുടെ പേരാണ് ഹാനസ്, ഒരു പോലീസ് ഓഫീസറാണ്. എന്തുപറ്റി? മിക്കാസ നിന്നെ വഴക്ക് പറഞ്ഞോ? അതിനാണോ